പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും MG യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റി ആയാലും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും അതിൻ്റെ മാർക്കൻട്രി PG B.Ed അഡ്മിഷൻ്റെ മാർക്കൻട്രി രീതിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും മാർക്ക് ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത് ലാംഗ്വേജ് 1 കോമൺ കോഴ്സ്. ഇത് നമ്മൾ എടുക്കേണ്ടത് ഇംഗ്ലീഷിൻ്റെ മാർക്കാണ് എടുക്കേണ്ടത്. ഇംഗ്ലീഷിൻ്റെ മാർക്കാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, 0 എന്ന് മാർക്ക് കൊടുത്താൽ മതി. ഒപ്റ്റൈൻഡ് മാർക്ക് എന്നുള്ളിടത്ത് 0, മാക്സിമം മാർക്ക് എന്നുള്ളിടത്ത് 0. ഇനി ലാംഗ്വേജ് 2 എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കാം. ഇനി ഓരോ മാർക്ക് കൊടുക്കുന്ന രീതി അടിയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് തന്നെ പറയാണ്, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ സപ്പോർട്ടുമാണ് കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് മുന്നിലുള്ളത് കോമൺ കോഴ്സ് അതർ ദാൻ ലാംഗ്വേജ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം വളരെ വിരളമായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കുക, 0 എൻ്റർ ചെയ്യാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി കോറ് മെയിന് SDC, കോറ് എന്ന് പറഞ്ഞാൽ നമ്മളെ മേജർ സബ്ജക്റ്റ്. ഞാൻ എക്കണോമിക്സ് എടുത്തന്നെ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റാണ് എടുക്കേണ്ടത്. ഞാൻ ഇംഗ്ലീഷ് എടുത്തന്നെ ഇംഗ്ലീഷാണ് എടുക്കേണ്ടത്. ഫിസിക്സ് എടുത്തെങ്കിൽ ഫിസിക്സാണ് എടുത്തത്. അപ്പോൾ എന്നോട് ഒരു വിദ്യാർത്ഥി ഒരു മാർക്ക് ലിസ്റ്റ് കയറ്റുന്നതാണ്, ഇത് നിങ്ങൾക്ക് കോർ ഏതാ തിരിച്ച്. ഒരാൾ പഠിച്ച ഒരാൾക്ക് ഇതറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് സിലബസ് എടുക്കുക, നിങ്ങളുടെ ആ കാലഘട്ടത്തിലെ നിങ്ങളുടെ സിലബസ് എടുക്കുക, സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കാവുന്നതാണ്. ഇനി കോംപ്ലിമെൻ്ററി 1, കോംപ്ലിമെൻ്ററി 2, ഇത് ചില കോഴ്സുകൾക്ക് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 0 കൊടുക്കാം. കോംപ്ലിമെൻ്ററി 1, കോംപ്ലിമെൻ്ററി 2. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ ഗ്രേഡ് കാർഡിൻ്റെ ഏറ്റവും ബാക്കിൽ ഇതൊക്കെ ഡീറ്റെയിൽ ഇതേപോലെ തന്നെ കൊടുത്തിന്. അതുണ്ടെങ്കിൽ അതേപോലെ കൊടുക്കുക. ഓപ്പൺ കോഴ്സിൻ്റെത് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ 0 എൻ്റർ ചെയ്യുക. ഓവറാളുള്ളത് അതുണ്ടായിരിക്കും. ഇനി എങ്ങനെ മാർക്ക്, ചിലപ്പോൾ നമ്മളെ കയ്യിൽ മാർക്ക് ഉണ്ടാവില്ല, ഓക്കെ, മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഗ്രേഡ് കാർഡ് കിട്ടിയിട്ടില്ല, ഗ്രേഡ് കാർഡ് സോഫ്റ്റ് കോപ്പി ലഭ്യമല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ എങ്ങനെ ഫുൾ റിസൾട്ട് വന്നതിന് ശേഷം PGക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മാർക്ക് ആഡ് ചെയ്യാം? നമ്മളൊരു ഉദാഹരണം പറയുന്നത് ഇംഗ്ലീഷ് മാത്രം എടുത്തിട്ട് പറയാണ്. ഓരോ രീതി ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് മാത്രം എടുത്തിട്ട് ABCDEF 6 സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഇതിനുള്ളത്. നമ്മളെ ലാംഗ്വേജ് 1 6 സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഗ്രേഡ് കാർഡ് ഇല്ല. അപ്പോൾ അതിന് ഗ്രേഡ് പോയിന്റ് എടുക്കാം. നമ്മളെ ഗ്രേഡ് പോയിന്റ് എടുക്കാം. ഓരോ സബ്ജക്റ്റിന് നേരെയും ഏതൊക്കെ സബ്ജക്റ്റ് എന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒന്നാണ്. വേറെ ആരും നമുക്ക് പറഞ്ഞില്ല. നമ്മൾക്ക് അറിയണം നമ്മളെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഇതേപോലെ ഒരു ബോക്സ് വരച്ചാൽ മതി. ഓരോ സബ്ജക്റ്റിൻ്റെയും ഗ്രേഡ് പോയിന്റ് എടുത്ത് എഴുതുക. അത് ആ സബ്ജക്റ്റ് നേരെ ഉണ്ടാവും. ഫസ്റ്റ് സെമിസ്റ്ററിലെ ഇംഗ്ലീഷിൻ്റെ ഗ്രേഡ് പോയിന്റ് ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ എഴുതുക. അതിൻ്റെ ക്രെഡിറ്റും എഴുതുക. ഓരോന്നിന് നേരെയുള്ള ക്രെഡിറ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രേഡ് പോയിന്റും ക്രെഡിറ്റും തമ്മിൽ ഇൻറ്റു ചെയ്യുക. 6 × 3 18, 6 × 3 18, 5 × 4 20. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിനും ആഡ് ചെയ്തിട്ട് 130 ആണ് കിട്ടിയത്. അതിൻ്റെ ടോട്ടൽ 130. ക്രെഡിറ്റിൻ്റെ ടോട്ടൽ എടുക്കുക. ഇതിൻ്റെ ടോട്ടൽ എത്രയായി? 23. 130 ഡിവൈഡ് ബൈ 23 5.65 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥിയുടെ ലാംഗ്വേജ് 1ൻ്റെ CGPA 5.65. ഇനി ഈ വിദ്യാർത്ഥിക്ക് ഒരു സെമസ്റ്ററിൽ സപ്ലി ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ ആ കുട്ടിയുടെ SGPA ഉണ്ടാവില്ല, കിട്ടൂലല്ലോ. അപ്പോൾ SGPA ഇല്ലാത്ത സമയത്ത് അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചെയ്യാം, 6 സബ്ജക്റ്റ് ആണുള്ളതെങ്കിൽ ഏതൊരു സബ്ജക്റ്റിൻ്റെ ആയിരിക്കും നമുക്ക് കിട്ടാതിരുന്നിട്ടുണ്ടാവും, നമ്മൾ സപ്ലിമെൻ്ററിയിലൂടെ എഴുതിയെടുത്ത്. എന്ത് ചെയ്യുക, ആ സെമസ്റ്ററിലെ എല്ലാ സബ്ജക്റ്റും ഇതേപോലെ എഴുതുക. അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എഴുതുക, ക്രെഡിറ്റ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ് എഴുതിയിട്ട് ഇതേപോലെ അതിൻ്റെ ടോട്ടൽ കാണാം, ക്രെഡിറ്റിൻ്റെ ടോട്ടൽ കാണാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് പോയിന്റിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്രെഡിറ്റ്. അപ്പോൾ നമുക്ക് ആ സെമസ്റ്ററിൽ SGPA കിട്ടും. ഇതേപോലെ കോറിൻ്റെത് നമുക്ക് കാണാം. ഓക്കെ, കോറിൻ്റെത് എല്ലാ കോർ സബ്ജക്റ്റുകൾ എഴുതുക, അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എഴുതുക, ക്രെഡിറ്റ് എഴുതുക, ക്രെഡിറ്റ് ഇൻറ്റു ഗ്രേഡ് പോയിന്റ് എഴുതിയിട്ട് ഇതേപോലെ കാണാൻ സാധിക്കും. കോംപ്ലിമെൻ്ററി 1ൻ്റെ കാണാം,
കോമ്പറ്റീറ്റർ ഏതാണോ ആ സബ്ജക്റ്റുകൾ ഏതാണെന്ന് നമുക്ക് അറിയണം. ഇനി ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല, എനിക്ക് ടോട്ടൽ 6 സെമസ്റ്ററിന് കിട്ടണം. ചില സെമസ്റ്ററിൽ ഇമ്പ്രൂവ്മെന്റ് ഇതിന് റീവാലുവേഷൻ ചെയ്തിന്, അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇത് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ സബ്ജക്റ്റും ഇതേപോലെ സബ്ജക്റ്റുകൾ ഇങ്ങനെ എഴുതുക, അതിന്റെ ഗ്രേഡ് പോയിന്റ് എഴുതുക, അതേ ക്രെഡിറ്റ് ചെയ്ത ഗ്രേഡ് പോയിന്റ് ഇൻറ്റു ക്രെഡിറ്റ് കാണുക, എന്നിട്ട് അതിന്റെ ടോട്ടൽ കണ്ട് ക്രെഡിറ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടലിനെ ക്രെഡിറ്റ് കൊണ്ട് അയച്ചാൽ നമുക്ക് ലഭിക്കും. പൊതുവെ 120 ആയിരിക്കും ടോട്ടൽ ക്രെഡിറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇത് ലഭിക്കും. ഇതേപോലെ സെക്കൻഡ് ലാംഗ്വേജിന്റെ എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെയാണ് സബ്ജക്റ്റ് അത് വെച്ചിട്ട് എഴുതാം. അപ്പൊ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ മാർക്ക് എൻട്രിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാദം ഉണ്ടായിരിക്കുക, നമുക്ക് മാർക്കിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുക, നമ്മളെ ഇംഗ്ലീഷാണ് എടുക്കുന്നത്, ഇംഗ്ലീഷിന്റെ ഫുൾ മാർക്കുകൾ ആഡ് ചെയ്യുക, അതിനെ പെർസെൻറ്റേജിക്ക് കൺവേർട്ട് ചെയ്യുക. പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്താൽ പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക. ഇനി 2 ഇംഗ്ലീഷാണുള്ളത്. ഒരു ഉദാഹരണത്തിന് 2 ഇംഗ്ലീഷാണുള്ളത്. ഇംഗ്ലീഷ് 1-ൽ ഒന്നാമത്തേൽ 50 കിട്ടീന്, രണ്ടാമത്തേൽ 60 കിട്ടീന്. അപ്പോൾ ഒബ്റ്റൈൻഡ് മാർക്ക് 50 + 60 110, മാക്സിമം മാർക്ക് 200, പെർസെൻറ്റേജ് 55. അത് നമ്മൾ പെർസെൻറ്റേജിലേക്ക് കാണാം. പെർസെൻറ്റേജ് കാണാനൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി അത് പെർസെൻറ്റേജിലേക്ക് നമുക്ക് കിട്ടിയ ഈ CGP അല്ലെങ്കിൽ SGP എങ്ങനെ പെർസെൻറ്റേജിലേക്ക് മാറ്റും? ഈ CGP അല്ലെങ്കിൽ SGP എന്ത് ചെയ്യുക, 5.65 × 10 ദാറ്റ് ഈസ് ഇക്വൽ ടു 56.5%. ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെതും ഇതേപോലെ ചെയ്യാൻ സാധിക്കും. ഇനി ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പൊ വരാൻ പോകുന്ന പല യൂണിവേഴ്സിറ്റികളും മാർക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ കയ്യിൽ CGPA മാത്രമേ ഉള്ളൂ. CGP ആണ് നമ്മളെ കയ്യിൽ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയ CGPA ഉണ്ടല്ലോ, ഇപ്പോൾ 6.6 ആണ് എനിക്ക് ടോട്ടൽ CGPA കിട്ടിയത്. അങ്ങനെ ഓരോന്നിൻ്റെ ഉണ്ടോ, കോർണർ ഉണ്ടാവും, മെയിൻ്റെ ഉണ്ടാവും, സബ്സിഡി കോംപ്ലിമെന്ററി 6.65 ഇത് ഒബ്റ്റൈൻഡ് മാർക്കായിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം മാർക്കുകൾ കൊടുത്ത് മാക്സിമം നമ്മളെ CGPA ഉണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞവർക്ക് 10 മുൻപ് 6 ആയിരുന്നു. അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് വസ്തുത. മനസ്സിലാവുക, നമ്മളെ ഗ്രേഡ് കാർഡ് നോക്കിയാൽ മനസ്സിലാവും. 6ന്റെ മേലേക്ക് ഒരു A+, A+ ഒക്കെ കിട്ടുന്നതിന് 5 4 ഒക്കെ ആണെങ്കിൽ 6ലാണ്. ഓക്കെ, അപ്പോൾ 6.65 എന്ന് കിട്ടും. അതിന് മാക്സിമം മാർക്സ് 10. നമ്മളെ CGPA 6.65, മാക്സിമം മാർക്ക് 10, അതിന്റെ പെർസെൻറ്റേജ് 66.5. ഇനി വേണമെങ്കിൽ നമുക്കിത് പെർസെൻറ്റേജ് കൊണ്ട് നമുക്ക് ഒബ്റ്റൈൻഡ് മാർക്ക് എന്ന് കാണിക്കാം. നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയത് 6.65 CGPA എന്ന് പറഞ്ഞു. അതിന്റെ പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 66.5 ആണ് നമ്മൾ ഒബ്റ്റൈൻഡ് മാർക്ക്. മാക്സിമം മാർക്ക് എത്ര ആയിരിക്കും? 100-ലല്ലേ പെർസെൻറ്റേജ്, മാക്സിമം മാർക്ക് 100 എന്ന് കൊടുക്കാം. പെർസെൻറ്റേജിൽ എഴുതുമ്പോൾ മാക്സിമം മാർക്ക് 100-ഉം, CGPA എഴുതുന്നെങ്കിൽ 10-ഉമാണ് മാക്സിമം. 10 ഒരു ഇതിൽ ചിലതിൽ 10ന്റെ ചിലപ്പോൾ 6ന്റെ ഉണ്ടാവും, 8ന്റെ ഉണ്ടാവും. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പെർസെൻറ്റേജിൽ എഴുതുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളാണ് 66.5, മാക്സിമം മാർക്ക് 100, പെർസെൻറ്റേജ് വീണ്ടും ഉണ്ടെങ്കിൽ 66.5. ഇങ്ങനെയാണ് മാർക്കിൽ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ. CGPA പറ്റുകയാണെങ്കിൽ CGPA ഉള്ളത് നമ്മൾ എഴുതിക്കുക. CGPA പറ്റുകയാണെങ്കിൽ അത് എഴുതും. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ UG സ്കീം ഇതേപോലെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഉണ്ടാവും. 2009 മുമ്പാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ അഡ്മിഷൻ ആണെങ്കിൽ 2009 മുമ്പുള്ള അഡ്മിഷൻ അതർ സ്കീമാണ്. 2009 to 2013 അഡ്മിഷൻ CCSS ആണ് സ്കീം. 2014 മുതൽ 2018 വരെയുള്ള അഡ്മിഷൻ CUCBSS. 2019 മുതൽ 2023 വരെ അഡ്മിഷൻ CBCSS. ഓക്കെ, ഇതിനൊക്കെ പ്രത്യേകത ഉണ്ട്. ഇതിന്റെ മാക്സിമം CGPA 10, ഇതിൻ്റെത് 6, ഇതിന്റെ 5 തോന്നുന്നു. അങ്ങനെ ഓരോന്നിൻ്റെയും ഡിഫറൻ്റ് ഉണ്ട്. ഇനി ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ സിംഗിൾ മെയിൻ ആണോ, ഡബിൾ മെയിൻ ആണോ, ട്രിപ്പിൾ മെയിൻ ആണോ? സിംഗിൾ മെയിൻ ആണെങ്കിൽ ഒറ്റ മെയിൻ ഉള്ളതിന് ഒറ്റ മെയിൻ, അത് നിങ്ങളെ നിങ്ങൾ ഡബിൾ മെയിൻ എന്ന് കേട്ടിട്ടില്ലെങ്കിൽ സിംഗിൾ മെയിൻ എന്ന് കൊടുക്കാം. ഡബിൾ മെയിൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമായി അറിയും അവർ ഡബിൾ മെയിൻ ആണെന്നുള്ളത്. ഓക്കെ, BA എക്കണോമിക്സ് വിത്ത് ഫിസിക്സ്, അങ്ങനെ ഒരു 2 മെയിൻ ഉണ്ടായിരിക്കും അതിന്. നിങ്ങളെ കോഴ്സുകൾ അധികം എന്തായിരിക്കും? BA എക്കണോമിക്സ്, BA സോഷ്യോളജി, BA പൊളിറ്റിക്സ്, BSc ഫിസിക്സ്, അങ്ങനത്തെ BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഡബിൾ മെയിൻ
BA ഇംഗ്ലീഷ് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി ഡബിൾ മെയിൻ, 2 മെയിൻ അവിടെ കോമൺ, അതിനാണ് ഡബിൾ മെയിൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.